ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആദിശക്തി ദേവി വിഗ്രഹത്തോടൊപ്പം ആദിദുർഗ, രാജമാതംഗി ദേവിമാരുടെ വിഗ്രഹങ്ങളും ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിക്കുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായി പൗർണമിക്കാവ് ബാലത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിന്റെ പുണ്യഭൂമിയിലാണ് ഈ അപൂർവമായ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത്. പ്രപഞ്ച ശക്തിയുടെ ആധാരമായ ആദിശക്തി ദേവിയുടെ പ്രാണപ്രതിഷ്ഠാ മഹോത്സവത്തിന് വെങ്ങാനൂർ പൗർണമിക്കാവ് ബാലത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിൽ തുടക്കമാകുന്നു. 2026 മാർച്ച് 31 മുതൽ ഏപ്രിൽ 2 വരെ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളോടെയാണ് പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടക്കുന്നത്. ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ആദിശക്തിയുടെ വിഗ്രഹം ഇത്രയും ഉയരത്തിൽ ഒരു ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിക്കുന്നത്. രാജസ്ഥാനിലെ മാർബിൾ മലയിൽ നിന്നും ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ആദിശക്തി, രാജമാതംഗി, ദുർഗ എന്നീ വിഗ്രഹങ്ങളാണ് ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. മധുര മീനാക്ഷി ക്ഷേത്രം, തിരുനെൽവേലി ശ്രീ ത്രിപുരാന്തീശ്വരർ ക്ഷേത്രം, ആസാമിലെ കാമാഖ്യ ക്ഷേത്രം എന്നിവിടങ്ങളിലെ മുഖ്യ പുരോഹിതന്മാരും മഠാധിപതികളും ചേർന്നാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഏപ്രിൽ 2 പൗർണമി ദിവസം രാവിലെ 10:30-നും 12-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ആദിശക്തി ദേവിയുടെ പ്രാണപ്രതിഷ്ഠ നടക്കും. ഏപ്രിൽ 2-ന് രാവിലെ 10 മണി മുതൽ 1008 പേർ പങ്കെടുക്കുന്ന സമൂഹ ലളിത സഹസ്രനാമ ജപം നടക്കും. വൈകുന്നേരം 6:30-ന് പഞ്ചാരിമേളം, ക്ഷേത്രവിളക്ക് തെളിക്കൽ എന്നിവയും തുടർന്ന് കണ്ണൂരിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ബസൂരിമാല, രക്തചാമുണ്ടി, ഖണ്ഡാകർണൻ എന്നീ തെയ്യക്കോലങ്ങളും അരങ്ങേറും. പ്രപഞ്ചത്തിൽ ആദ്യമായാണ് 23 അടി ഉയരമുള്ള ആദിശക്തി ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്. ലോകത്തിതുവരെയും ഇങ്ങനെ ഒരു സങ്കല്പത്തിൽ ഒരു വിഗ്രഹമോ ശ്രീകോവിലോട് കൂടിയ ഒരു ക്ഷേത്രമോ ഇന്ന് വരെ പ്രപഞ്ചത്തിലെങ്ങുമില്ല. അപ്പോൾ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ആദിമശക്തിയാണ് ആദിശക്തി എന്ന് പറയുന്നത്. നമ്മുടെ പ്രപഞ്ചം നയിക്കുന്ന 14 ലോകങ്ങളുടെയും അധിപയായ മാതാവ് കൂടിയാണ് ആദിശക്തി. ആദിശക്തിയുടെ ഉപദേവതകളായി നിൽക്കുന്നത് തന്നെ 64 കലകൾക്ക് അധിപയായ രാജമാതാംഗി ദേവിയും ദുർഗാദേവിയുമാണ്. അപ്പോൾ ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു പ്രതിഷ്ഠയാണ് നാളെ ഇവിടെ ചടങ്ങുകളോടുകൂടി ആരംഭിക്കുന്നത്. ചടങ്ങിൽ പങ്കെടുക്കുന്നത് തന്നെ ഒരു മനുഷ്യായുസ്സിൽ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പുണ്യമാണ്. കാരണം ഇതേപോലൊരു പ്രതിഷ്ഠയോ വിഗ്രഹമോ ഇതേപോലൊരു സങ്കല്പമോ ഈ പ്രപഞ്ചത്തിലെങ്ങുമില്ല. അതാണ് നമ്മുടെ ഈ ഒരു ശക്തിയുടെ പ്രധാന സ്രോതസ്സ് തന്നെ. ഒരു ജീവിതകാലം ലഭിക്കാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ശക്തിയാണ് ഈ പ്രപഞ്ചത്തിൽ അവതരിക്കുന്നത്. ആ മുഹൂർത്തത്തിൽ ഇവിടെ പങ്കെടുക്കുന്നത് വളരെ അഭികാമ്യമാണ്. അതിനാൽ തന്നെ ക്ഷേത്ര ട്രസ്റ്റിന് വേണ്ടി എല്ലാ ഭക്തജനങ്ങളെയും ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്കും വേണ്ടി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പൗർണമിക്കാവ് ദേവി ക്ഷേത്രത്തിലെ ആദിശക്തി ദേവിയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്കായി KSRTC തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് 10 മിനിറ്റ് ഇടവിട്ട് സ്പെഷ്യൽ സർവീസ് ഈ ദിവസം നടത്തുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിക്കുന്നു. അതോടൊപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന പൂജകൾക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിലും അന്നദാനം ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുള്ള വിവരവും എല്ലാ ഭക്തജനങ്ങളെയും അറിയിക്കുന്നു. മാർച്ച് 31 മുതൽ ഏപ്രിൽ 2 വരെ വിവിധ ഹോമങ്ങളും വിശിഷ്ട പൂജകളും വേദപണ്ഡിതരുടെ നേതൃത്വത്തിൽ നടക്കും. പൗർണമി ദിവസമായ ഏപ്രിൽ 2-ന് രാത്രി 9:30-ന് വലിയ ഗുരുസിയോടുകൂടി നട അടയ്ക്കുന്നതോടെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് സമാപനമാകും. GTV ന്യൂസ്, ബാലരാമപുരം.